ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വചനം ഒന്ന് വായിച്ചു തുടങ്ങാം. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മൾ സാധാരണ ഈ വിശ്വാസികൾ പൊതുവെ പത്രപരസ്യങ്ങൾ കൊടുക്കുമ്പം, മാട്രിമോണിയൽ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ദൈവഭയമുള്ള കുട്ടിയെ വേണം. ദൈവഭയമുള്ള കുട്ടിയെ വേണം. ഈ പരസ്യത്തിനകത്തും ഈ വാക്കിനകത്തും ഈ പ്രയോഗത്തിനകത്തും ഇങ്ങനെയുള്ള കുട്ടി വന്ന് കയറിയാൽ ആ കുടുംബത്തിനകത്തും വലിയ പ്രതിസന്ധികളുണ്ടാകും എന്ന് പറയാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്നു. കാരണം ദൈവഭയമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തോടുള്ള സ്നേഹമാണ്. ഞാൻ അതിനെക്കുറിച്ച് അല്പം വിശദമായി ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പൗരോഹിത്യ മതത്തിലുള്ളവർക്ക് ദൈവഭയം ഇല്ലയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവഭയമുണ്ട്. ദൈവഭയം ഉണ്ടെങ്കിലും എന്നെ പരിപാടി വേണം കാണിച്ചു കൂട്ടുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവഭയം ഉണ്ടെന്ന് പറയുകയും ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് എതിരെല്ലാം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ദൈവഭയം കൊണ്ട് അനുസരണമാണോ ഉണ്ടായത്? അല്ല. ഇനി സ്നേഹമുള്ളവൻ അനുസരിക്കുമെന്നാണ് നമ്മളിവിടെ ഈ വചനം വായിച്ചത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന അനുസരിക്കും. വചനം പറയുന്നു, സഭായോഗങ്ങൾ മുടക്കരുത്. ദൈവഭയമുള്ളവൻ എന്ന് പറയുന്നവരെ ചിന്തിച്ചോ? പലരും സഭായോഗങ്ങൾ മുടക്കാൻ അവർക്ക് വല്ല വിഷമമുണ്ടോ? അടുത്തത്, ദശാംശം കൊടുക്കണം. ദൈവഭയം ഉണ്ടെന്ന് പറയുന്ന വിശ്വാസികൾ തന്നെ നല്ലൊരു ശതമാനം ദശാംശം കൊടുക്കുമോ? സത്യത്തിൽ കൊടുക്കുന്നത് തന്നെ എന്നതേലും കൊടുക്കും. ദൈവഭയം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൂട്ട് ദൈവഭയമാണോ വേണ്ടത്? ഇനി ദൈവഭയം ഉള്ളവനോട്, യോന ദൈവഭയം ഉള്ളവനായിരുന്നു. അവനകത്ത് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. അവനോട് പറഞ്ഞ് നിനവേക്ക് പോകാൻ. യോന എങ്ങോട്ട് പോയി? തർസീസിലേക്ക് പോയി. നിനവേക്ക് പോകാൻ പറഞ്ഞ തർസീസിലേക്ക് പോകുന്നവനെ നേരെയാക്കണമെങ്കിൽ കപ്പൽ മറിക്കണം. ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം മനസ്സിലാകുന്നുണ്ടോ? അതായത് ദൈവഭയം ഉള്ളവൻ നേരെയാകണമെങ്കിൽ അവൻ്റെ കപ്പൽ ദൈവം മറിക്കണം. നിനവേക്ക് ദൈവഭയമുള്ളവനോട് പോകാൻ പറഞ്ഞപ്പോൾ അവൻ തർശീസിലേക്ക് പോയതുകൊണ്ട് അവനും അവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നും കൂടെ ആകെപ്പാടെ പ്രശ്നത്തിലെത്തി. ഈ ദൈവഭയമുള്ള പല പെൺകുട്ടികളും വീട്ടിൽ വന്ന് കയറുമ്പോൾ പല വീടുകളും ആടി ഉലയും. കാരണം ദൈവഭയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൽപ്പന വചനം അനുസരിക്കുന്നതല്ല എന്ന് യോനായുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാകും. നമ്മളതിനകത്ത് വായിക്കുന്ന, അവൻ കപ്പലിൻ്റെ അടിത്തട്ടി കിടന്നുറങ്ങുകയാണ്. ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണെന്നും പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം. ഈ കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വിജിലൻസിനെ പേടിയാണ്. കൈക്കൂലി മേടിക്കുന്നവർക്ക് എപ്പോഴും പേടിയാണ്. കാരണം അവരെപ്പോഴും നോക്കിയായിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വിജിലൻസ് RTO ഓഫീസുകളിൽ ഒരു റെയ്ഡ് നടന്നപ്പോൾ പലയിടത്തും RTO ഓഫീസിന് ചുറ്റുവട്ടത്തുള്ള പറമ്പിക്കൂടെ വരെ പൈസ കിടക്കുമായിരുന്നു. കാരണം പേടിച്ചിട്ട് വലിച്ചെറിയുന്ന, ജോലി പോവും, പെൻഷൻ പോവും, പിന്നെ ഇത് മേടിക്കാനുള്ള അവസരം പോവും. ജോലിയും പെൻഷനും ഒക്കെ പോയാലും അവർക്ക് വലിയ വിഷയമൊന്നുമില്ല, പിന്നെ മുന്നോട്ട് മേടിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വിജിലൻസിനെ പേടിയാണ്. പേടിയുണ്ടെങ്കിലും വാങ്ങും. നിയമത്തിനെ പേടിയായതുകൊണ്ട് പിന്നെ മേടിക്കും, എന്നാലും മേടിക്കും. അപ്പോൾ ശരിക്കും ഭയം കൊണ്ട് അനുസരണം ഉണ്ടാവില്ല. ഭയം കൊണ്ട് അനുസരണം ഉണ്ടാവില്ല. എന്നാൽ ജോലിയോടും ഗവൺമെൻറ്റിനോടും പൊതുജനത്തിനോടും ഒരു സ്നേഹമുള്ളവൻ, താല്പര്യമുള്ളവൻ നിയമം അനുസരിക്കും. എന്നാൽ വെറും പേടി മാത്രമുള്ളവൻ നിയമം അനുസരിക്കില്ല, അവൻ എന്നതിനും കാണിച്ചു നോക്കും. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേട്ടിട്ട് എന്നാ കാണിക്കുന്നത്? ചുമ്മാ ഇങ്ങനെ ചെവി വെച്ചൊന്ന് കേട്ടിട്ട് അവിടെ നിൽക്കുവാണോ ചെയ്യുന്നത്? അല്ല, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ടാൽ അവരെന്നെ പിന്തുടരും. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ടാൽ എന്നെ പിന്തുടരും.
ഇത് നമ്മൾ നോക്കിയാൽ സഭാ നേതാക്കന്മാർക്ക് പോലും വേണ്ടത് അവരെ പേടിക്കുന്ന ആടുകളെയാണ്. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ പല സഭകളിലും കണ്ടത് നേതാക്കന്മാർ വിരട്ടുമ്പം പേടിച്ച് നിൽക്കുന്നതായിട്ട്, അല്ലെ പേടിച്ച് നിൽക്കുന്നതായിട്ട് അഭിനയിക്കുന്നവരെ അവർക്ക് മതി. വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നവരെ അല്ല വേണ്ടത്. ഒരു ഉദാഹരണം പറയാം. ഈ യജമാനനെ പേടിക്കുന്ന ഒരു പശുവിനെ, അല്ലെങ്കിൽ ഒരു എരുമയെ, അല്ലെങ്കിൽ ഒരു ആടിനെ കറക്കാൻ ചെല്ലട്ടെ. യജമാനനെ ഭയങ്കരമായിട്ട് പേടിയുള്ള ഒരു എരുമയെ കറക്കാൻ ചെന്നാൽ എരുമ ഒറ്റയടിക്ക് യജമാനൻ്റെ നെഞ്ച് തകർത്ത് കളയും, തൊഴിച്ച് ശരിയാക്കി കളയും. എന്നാൽ യജമാനോടൊരു സ്നേഹമുള്ള ഒരു എരുമേൻ്റെ അടുത്ത് എല്ല് കാണുമല്ലോ. അത് ചിലപ്പം 10 ലിറ്റർ പാലുള്ളതാണ്, ചിലപ്പോൾ അത് അറിഞ്ഞ് ചിലപ്പോൾ ഒരു 12 ലിറ്റർ കൊടുത്തെന്ന് വരും. അങ്ങനെയാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. അപ്പം ശരിക്കും നമുക്ക് വേണ്ടത് പേടിയല്ല, സ്നേഹമാണ്. ഇതുപോലെ തന്നെ പേടിയുള്ള ഒരു പെൺകുട്ടി, ദൈവത്തോടും പേടിയുള്ള ഒരു പെൺകുട്ടി വീട്ടിൽ വന്നാലുണ്ടല്ലോ, അവൾ ഭർത്താവിനോട് പറയും, നമുക്ക് ഈ കപ്പലിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്ഥലത്തോട്ട് പോകണ്ട, നമുക്ക് വേറെ വഴിക്ക് പോവാം, നമുക്ക് നിനവേക്ക് പോകണ്ട, നമുക്ക് തർശീശിന് പോവാം. അപ്പോൾ ഭർത്താവിനോട് പറയും, ഒരു കാര്യം ചെയ്തു, ഇവിടെ നിന്ന് ഇവരുടെ ഈ കാരണന്മാരുടെ കൂട്ടത്തിൽ എനിക്ക് നിനവയിലേക്ക് പോകാൻ പറ്റത്തില്ല, ദൈവ പദ്ധതിയിലേക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്കൊരു കാര്യം ചെയ്യാം, എനിക്ക് തർശീശിലേക്ക് പോകണം. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പിള്ളേരെയായിട്ട് ഞാൻ പോവും. സാധാരണഗതിയിൽ അവസാനം കുടുംബസമാധാനം വേണ്ടെന്ന് ഓർത്ത് 90% ആളുകളും ആ കൂട്ടത്തിൽ പോകും. 10% വല്ലതും മാറിയാൽ, അങ്ങനെ മാറിയാൽ ചിലപ്പം ഡൈവോഴ്സ് വരെ നടക്കുകയും ചെയ്യും. നടന്ന ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാരണവന്മാരെ ആയിട്ട് ഈ മാതാപിതാക്കളെ, വചനം എന്നാ പറയുന്നത്, നീ ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നീ നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ബഹുമാനിക്കണമെന്ന് രാവിലെ എഴുന്നേറ്റൊരു സല്യൂട്ട് കൊടുക്കണമെന്നാണ് അർത്ഥം. അല്ല, അവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ്. അങ്ങനെ ചെയ്യണം എന്നുള്ള കൽപ്പന ഭയപ്പെടുന്നവൻ അനുസരിക്കുകയില്ല. ഭയപ്പെടുന്നവൻ അനുസരിക്കുകയില്ലെന്ന് ഈ മതങ്ങളൊക്കെ കാണിക്കുന്നത്, പൗരോഹിത്യ മതങ്ങളൊക്കെ കാണിക്കുന്നത് ഭയപ്പെടുന്നവൻ അനുസരിക്കുന്നുള്ള, അവനവൻ്റെ വഴിക്ക് പോകും. അനുസരിക്കുന്നതായിട്ട് അവൻ കാണിക്കും. അതുകൊണ്ടല്ലേ ഈ പൗരോഹിത്യ മതങ്ങളിലൊക്കെ പള്ളിക്കകത്ത് വരുമ്പോൾ ഒരു സ്വഭാവം, പള്ളിക്ക് വെളിയിലിറങ്ങിയാൽ വേറൊരു സ്വഭാവം. നോയമ്പ് വീടുന്ന അന്ന് രാത്രി 12 മണി വരെ ഒരേ അവസ്ഥ നിന്നിട്ട് 12 മണി കഴിഞ്ഞ് പിന്നെ സകല കൊണ്ടതായും കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അഭിനയിക്കുന്നതുകൊണ്ടാണ്. അത് ഭയമാണ്. പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ള ഭയം. എന്നാൽ അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ആ വീട്ടിലോട്ട് വന്നു കഴിയുമ്പം സ്വാഭാവികമായിട്ട് അവൾക്കറിയാം, ദീർഘായുസോടെ ഇരിക്കണമെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ദൈവസ്നേഹത്തിൽ അവളത് മനസ്സിലാക്കും. 2, ഇന്ന് ഞങ്ങൾ ചെറുപ്പക്കാരാണേലും നാളെ ഞങ്ങൾ ഇതുപോലെ മാതാപിതാക്കളാകും. അന്നേരം ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് വിതച്ചത് കൊയ്യും. നമ്മൾ നെല്ല് വിതച്ചിട്ട് ഗോതമ്പ് കൊയ്യാൻ പറ്റില്ല, ഗോതമ്പ് വിതച്ചിട്ട് പയർ കൊയ്യാൻ പറ്റില്ല. എന്തു വിതച്ചോ അത് കൊയ്യും. അപ്പോൾ സ്വാഭാവികമായി ദൈവത്തോട് സ്നേഹമുള്ളവൻ ദൈവത്തിൻ്റെ വചനം വായിച്ച് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ മർമ്മം ഗ്രഹിച്ചെടുക്കും. മർമ്മം ഗ്രഹിച്ചെടുത്തിട്ട് അവന് മനസ്സിലാകും ദൈവം പറഞ്ഞിരിക്കുന്ന പദ്ധതികൾ, 10 കൽപ്പനകൾ, അതിനോട് ചേർന്നുള്ള ഉപകൽപ്പനകൾ, അതിനനുസരിച്ച് വചനത്തിൽ അതനുസരിച്ച വഴികൾ, ബാക്കിയുള്ളതെല്ലാം നോക്കണം. ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമി വന്നപ്പോൾ തൻ്റെ വളർത്തു മാതാപിതാക്കൾ അവർക്ക് കീഴ്പ്പെട്ടിരുന്നു എന്നൊരു നിശ്ചിത പ്രായപരിധി വരെ, പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള നിശ്ചിത പ്രായപരിധി വരെ അങ്ങനെ ആയിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള പരസ്യം വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരസ്യം കയ്യോടെ മാറ്റിക്കൂ. കാരണം ചോദിക്കുന്നത് കിട്ടും, ചോദിക്കുന്നത് തരാൻ. ഇപ്പോൾ ചോദിച്ചേക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടു പോവും. അതുകൊണ്ട് ആ പരസ്യം മാറ്റിയിട്ട് ദൈവഭയമുള്ളതെന്ന് മാറ്റിയിട്ട് ദൈവത്തോട് സ്നേഹവും ബഹുമാനവും ഉള്ള ഒരു പെൺകുട്ടിയെ വേണം, അല്ലെങ്കിൽ ഒരു കുട്ടിയെ വേണം എന്ന് പരസ്യം കൊടുത്താൽ നമ്മളുടെ ആവശ്യങ്ങൾ ദൈവവും കൂടെ കാണുന്നത് കൊണ്ടും, നമ്മൾ ഈ പരസ്യമായിട്ട് പറയുന്ന പല കാര്യങ്ങളും സാത്താനൂടെ കാണുന്നത് കൊണ്ടും, യോനായെ പോലത്തെ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വരാതെ, അല്ലെങ്കിൽ യോനയുടെ സ്വഭാവമുള്ള ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വരാതെ,
ദൈവത്തോട് സ്നേഹമുള്ള ഒരു കുട്ടി വരട്ടെ. യേശുവിൻ്റെ അമ്മയായ മറിയം പറഞ്ഞത്, ഇതാ നിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന ദൈവത്തോട് സ്നേഹമുള്ള ഒരു കുട്ടി വരട്ടെ എന്ന് പരസ്യം മാറ്റി കൊടുത്താട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസനായി, സമയത്തിനായി, സാഹചര്യത്തിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന വ്യക്തികൾക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക് കർത്താവേ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തോട് സ്നേഹമുള്ള കുട്ടികൾ വിവാഹത്തിലൂടെ കടന്നു വരുവാൻ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിന് തക്കവണ്ണമുള്ള ചോദ്യങ്ങളും ജ്ഞാനത്തോടുകൂടി ചോദിക്കുവാൻ, വിവേകത്തോടുകൂടി ചോദിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ നിന്ന് അവർക്ക് ജ്ഞാനം കൊടുക്കണമേ, അറിവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.